കൺകണ്ടു പോകാൻ കണ്ണും മിന്നിച്ചു പോകാൻ മിന്നിച്ചൂട്ടും തരണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ശ്രീ മഹാദേവൻ 7 ഖണ്ഡം പാതാളത്തിലെ ദീപസക്കോലെടുത്ത് തെറുത്തിനെ കത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ചൂട്ട് കെട്ടുപോയാലെന്ന് പിതാവിനോട് ചോദിച്ചപ്പോൾ ഈ ചൂട്ട് കെട്ടുപോയാൽ പച്ചോടതല്ലി ചൂട്ട് കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞ് യാത്രയാക്കി. അതനുസരിച്ച് ഓടയെന്നും വനത്തിലൂടെ പോകുന്ന നേരം ചൂട്ട് കെട്ടുപോവുകയും പച്ചോടതല്ലി ചൂട്ട് കെട്ടുകയും ചെയ്തു. അവിടുന്ന് ഒരിടവഴിയിലൂടെ പോകുമ്പോൾ ചൂട്ട് കെട്ടുപോവുകയും ഈ സമയം ബദ്ധരിശപ്പെട്ട് ചൂട്ട് വലിച്ചെറിയുന്നാൽ ഉദയകൂലപർവ്വതത്തിലേക്ക്, കണ്ണ് വലിച്ചെറിയുന്നാൽ അസ്തകൂലപർവ്വതത്തിലേക്ക്. കണ്ണും ചൂട്ടും രണ്ടും പോയി വീഴുന്നല്ലോ ആദിപറമ്പൻ കണ്ണൻ്റെയും കുഞ്ഞാലിയുടെയും നടുമുറ്റത്ത്. ഈ സമയം ആദിപറമ്പൻ കണ്ണന് അശരീരി ഉണ്ടാവുകയും കണ്ണും ചൂട്ടുമെടുത്ത് കന്നിരാശിയിൽ അടിച്ചു തെളിച്ച് ശുദ്ധി വരുത്തി ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്നു മുതൽക്കാണ് എട്ടില്ലത്തിൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും ആദിമൂല പരദേവതയായിട്ട്